guys, welcome back to another video. ഇവിടെ നിന്ന് എണീക്കാൻ ലേറ്റ് ആയി ഗൈസ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളിട്ടത് ABCD. ഇന്ന് കിസ് അല്ല കിസ് അതിലാട്ടെ. ഓക്കെ, സോ നേരത്തെ ഇനി ദോശയൊക്കെ ചുട്ട് കൊടുക്കണം അവർക്ക്. ദോശ ചുട്ടിട്ട് നമ്മൾ 8 മണി കഴിക്കണം. തനിയെ ദോശ ഇട്ട് തിന്നൂടെ? നമുക്ക് അവിടെ ദോശ ചുട്ട് കൊടുക്കാം ഗൈസ്. അവിടെ താഴെ ഭയങ്കര തകൃതിയ പരിപാടികളിലാണ്. അവിടെ മീൻ വറുക്കുന്നു, മീൻ കറി വെക്കുന്നു, മീൻ സദ്യയാണെന്ന് തോന്നുന്നു ഇന്ന്. ഞങ്ങൾ മറ്റേ എന്തോ കടുക് വറുക്കണം മണക്കൊക്കെ ഇട്ട് ചുമച്ചാണ് എണീച്ചത്. അവിടെ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ലൈറ്റ് മാറി. സോ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അത് കഴിഞ്ഞ് റെഡി ആവണം, പോകണം. ശ്വാസം വലിച്ചു. ഈ വീട്ടിലുള്ള ഗൈസ് തേങ്ങ കട്ട് തിന്നോണ്ടാണ് ഇവിടെ ചുമച്ചോണ്ടിരിക്കുന്നത്. അവിടെ മീന അയല ഗൈസ്. ഇതാണ് നമ്മുടെ ഓട്ടയുള്ള ദോശ. നമുക്കിവിടെ ഇച്ചിൻ്റെ കണ്ണട ഉണ്ട്. നമുക്ക് കണ്ണടച്ച് കണ്ണട വെച്ച് നോക്കാം. കണ്ണ് വന്നതിന് എന്റെ കണ്ണടിച്ചു. ദോശ റെഡി. അവർ ഓട്ട ദോശ. നമുക്കിവിടെ ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടെ ഇട്ട് ഒരു കറിയുണ്ട്. ഇന്നലെ കണ്ടില്ലേ കരഞ്ഞ്? എന്തൊരു കരച്ചിലായിരുന്നു. തലവേദനയാണ് ഗായ്സ്. എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. വെറുതെ ഓണാക്കി വെച്ചേക്കുക. ഇവിടെയൊക്കെ കുരു വന്ന് പുതിയത്, അത് കാരണം തലവേദനയാണ്. ഓട്ടദോശ. അവൾക്ക് നെറ്റിയിലും കുരു വന്നു. കുരുവിൻ്റെ പേര് മാധവൻ. റെഡി ആയിക്കൊണ്ടിരിക്കുക ഗൈസ്. നമ്മൾ റെഡിയായി ഗൈസ്. അമ്മേ, നമുക്ക് ശശിചേട്ടനെ വിളിച്ചിട്ടുണ്ട്. ശശിചേട്ടൻ ഇപ്പം വരും. പിടിച്ച ഞാൻ റെഡിയാണ്. നമുക്ക് തക്കമ്മേനോട് ടാറ്റ പറയാം. ഇവിടെയാ ഉണ്ടായിരിക്കും. ബൈ ബൈ. തേങ്ങ പൊതിക്കട കാണാം അവിടെ. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. നമുക്ക് ഏസ്തെറ്റിക് ഷോട്ട് എടുക്കാം ഗൈസ്. ഏസ്തെറ്റിക് നമ്മൾ പോവാൻ റെഡിയായി. നമ്മുടെ വണ്ടിയുടെ ഒച്ച പോലെ ഉണ്ടായിരുന്നു. ബൈ. സക്സസ്ഫുൾ. ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല കഴിച്ച്. എത്ര മനോഹരമായ ഗ്രാമം. ഇവരെന്തിനാ ഇവിടെ ഇരിക്കണേ?
ഇങ്ങനെ അവിടെ ഇരുന്നോ, ഇരിക്ക്, 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 ഇരിക്ക്. ആ ഗുഡ് ഗുഡ്. സോംബിയാണ് ഞാൻ ഏലിയനാ. ഏലിയൻ. അതെന്താ സോഡയാ? ജീരക സോഡ. എനിക്ക് തരില്ല സോഡയൊന്നും. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. മെച്ചി മീൻ കറി, മീൻ വറുത്തതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, മെച്ചിക്ക് എന്തോ ഡ്രസ്സ് തയ്ക്കാനുണ്ട്, അത് കൊടുക്കാൻ വേണ്ടി വന്നാലുണ്ട്. ഒരു തയ്ക്കുന്ന യൂണിറ്റ് ഉണ്ട് അവിടെ. കുറേ വേസ്റ്റൊക്കെ ഉണ്ട്. ഫ്രണ്ട് വരി നമ്മൾ കുത്തങ്കാവ് വരെയും പോയേക്കുമായിരുന്നു. അവിടെ ഉമ്മച്ചിയുടെ എന്ത് തയ്ക്കാനുള്ള സാധനം കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ അങ്ങോട്ട് പോയ ബസ് തന്നെ തിരിച്ച് ഇങ്ങോട്ട് കിട്ടി. സോ വേഗം അതിൽ തന്നെ തിരിച്ചു വന്നു. ആൻഡ് നമ്മളപ്പുറത്തെ കടയിൽ നിന്ന് സ്നാക്സ്, ബ്രെഡ് പൊഴിച്ചത്, ബ്രെഡ് പൊഴിച്ചത്. അവൾക്ക് ചായ കൊടുക്കാത്തതിന്റെ വിഷമാണ് കാണിക്കുന്നത്. ക്യാമറയിലേക്ക് നോക്ക് മണ്ട. എന്താന്ന് നോക്കുന്നത്? അപ്പൊ യു ആർ എ സെലിബ്രിറ്റി. അപ്പുക്കുട്ടൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതല്ല, ഞാൻ പറഞ്ഞു, നമ്മുടെ ബൈക്കാണ്. അവൾ ഒരു ഗെയിമറായി മാറിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. വെക്കടാ റെഡി. ഹൈലി കോൺസെൻട്രേറ്റഡ്. തലയ്ക്കകത്ത് 5 മീറ്റർ തുണിയെങ്കിലും വലിച്ച് കെട്ടിയിട്ടുണ്ടാവും. അതിന് തലയ്ക്കകത്ത് വല്ലതും വേണ്ട. എനിക്ക് എപ്പോഴത്തേം പോലെ വിഷമു ഗൈസ്. ഞാൻ ദോശ തിന്നാൻ വന്നിരിക്കുകയാണ്. ഇന്നധികം വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര മ്ലാനതയിലാണ്. എൻ്റെ വായവേദന മാറാൻ വേണ്ടി ഞാൻ മരുന്ന് കഴിച്ചിട്ട് ഇപ്പോൾ മരുന്നിൻ്റെ ക്ഷീണത്തിലാണ്. നല്ല ദോശയും ചമ്മന്തിയും ഉണ്ട് ഗൈസ്. നമുക്ക് പാതിരാത്രി വിശന്നാൽ നമ്മൾ ഒന്നും നോക്കരുത്, എന്താണെന്ന് വെച്ചാൽ കൈ കിട്ടാണ്ട് തിന്നോളാം. സോ ഗൈസ്, ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. നമുക്ക് തിളങ്ങുന്നു. സ്കിൻ കെയർ ഒക്കെ ചെയ്തു, ഇവിടെയൊക്കെ കെട്ടി ഇനി ഉറങ്ങാൻ പോവാണ്. വലിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ഒന്ന് പുറത്തുപോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പം തന്നെ. ആൻഡ് മരുന്ന് കഴിച്ചതുകൊണ്ട് ഭയങ്കര ടയേർഡാണ് കുറച്ച് ദിവസമായിട്ട്. ഇനിയിപ്പോൾ മൺഡേ ഹോസ്പിറ്റലിലൊന്ന് കാണിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ടൈമിലൊന്ന് പറയണം, മെഡിസിൻ എല്ലാം മാറ്റിത്തരാൻ എന്തെങ്കിലും പറയണം. സോ എല്ലാവർക്കും അടിപൊളി ദിവസമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. സ്ലീപ്പ്. ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്.